ബാബാ അത് പലിശയാകോ ഇത് പലിശയാകോ, അങ്ങനെയാ പലിശയാകോ ഇങ്ങനെയായ പലിശയാകോ എന്ന് ചോദിച്ചാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇബ്നു മാജ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട്. അർ-റിബാ 70 ബാബാ, 70 തരം പലിശയുണ്ട്. 70 തരം പലിശയുണ്ട്. അതിൽ ഏറ്റവും ചെറിയ പലിശ അല്ലദീ യഖഉ അലാ ഉമ്മിഹി, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് ഏറ്റവും ചെറിയ പലിശ. അപ്പൊ പിന്നെ ഏറ്റവും വലിയ പലിശ, ഏറ്റവും കട്ടിയുള്ള പലിശ പിന്നെ എന്തായിരിക്കും? പിന്നെ ഏറ്റവും കട്ടിയുള്ള പലിശ എന്തായിരിക്കും? പലിശ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പല രൂപത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും പലിശകൾ നമ്മുടെ സമ്പത്തിൽ കടന്നുകൂടാറുണ്ട്. ഒരാളെ നമ്മളോട് പറയാണ് 1 ലക്ഷം റുപ്യ തന്നാൽ എല്ലാ മാസവും നിനക്ക് 4500 തരാം. പലിശയാണ്. അത് ബിസിനസ്സല്ല, അത് കച്ചവടമല്ല. ഇസ്ലാം പറഞ്ഞ കച്ചവടം എന്ന് പറഞ്ഞാൽ ലാഭവും നഷ്ടം ഉണ്ടാവും. ലാഭം മാത്രം ഉണ്ടാവുന്ന കച്ചവടം, അങ്ങനെ ഒരു കച്ചവടം ദുനിയാവിലില്ല. അല്ലേ? അപ്പൊ നമ്മൾ ചോദിച്ചു, അല്ല എന്റെ കച്ചവടത്തിന് നഷ്ടം പറ്റാം, അതൊന്നും അറിയണ്ട, എല്ലാ മാസം 4500 അല്ലെങ്കിൽ 5000 അല്ലെങ്കിൽ 3000 തരാം. ഇനിയിപ്പോ 3000ന്റെ മുകളിലായാലുള്ള പലിശ ചിന്തിക്കണ്ട. ഒരാൾ പറഞ്ഞു 1 ലക്ഷം റുപ്യ എന്നാൽ എല്ലാ മാസം നമുക്ക് 500 റുപ്യ തരാം, എന്നാലും അത് പലിശ തന്നെ. അത് 100 റുപ്യ തരാം, എന്നാലും പലിശ തന്നെ. കച്ചവടത്തെ ചിലപ്പോ 1 ലക്ഷം കൊണ്ട് കച്ചവടം ചെയ്താൽ ചിലപ്പോ ഒരു മാസം കഴിഞ്ഞാൽ ചിലപ്പോ അത് 1.25 ലക്ഷമായി മാറും. അത് ഹലാലുമാണ്. അത് ഹലാലുമാണ്. കച്ചവടം അത് ഹലാലാണ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുനടപ്പനുസരിച്ചുള്ള കൊള്ളലാഭമല്ലാതെ ചതിയും വഞ്ചനയും ഇല്ലാത്ത നല്ല കച്ചവടം, അത് ഹലാലുമാണ്. അള്ളാഹു ബൈഅനെ, കച്ചവടത്തെ ഹലാലാക്കി, പലിശയെ അള്ളാഹു ഹറാമാക്കി. പലിശയെ അള്ളാഹു ഹറാമാക്കി എന്ന് മാത്രമല്ല, ഏറ്റവും വെറുത്ത, പടച്ച റബ്ബ് അങ്ങേയറ്റം വെറുത്ത സമ്പത്താണ് പലിശപ്പണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം തബറാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദിർഹമു യുസീബുഹു അർറജുലു മിനർ റിബാ അഅ്ളമു ഇൻദല്ലാഹി മിൻ 33 സിനിയ. സുബ്ഹാനല്ലാഹ്, 33 തവണ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് ഒരു ദിർഹം. ഒറ്റ ദിർഹം പലിശയിലൂടെ സമ്പാദിക്കുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1 ഉറുപ്യ, ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ 1 ഉറുപ്യ. 1 ഉറുപ്പിക പലിശയിലൂടെ നേടിയെടുക്കുന്നത് അത് 33 തവണ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്ന് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. മൻ അക്കല റിബാ ബുഇസ യൗമൽ ഖിയാമത്തി മജ്നൂനാ. പലിശ തിന്നയാളുകൾ നാളെ മഹ്ശറാവൻ സഭയിൽ ഭ്രാന്തന്മാരായിട്ടാണ് കടന്നു വരിക. മഹ്ശറയിലുള്ള ഭ്രാന്തന്മാരെ കണ്ടാൽ മനസ്സിലാക്കണം, അവർ പലിശ തിന്നവരാണ്. കാരണം പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, അല്ലദീന യഅ്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതു ശൈത്വാനു മിനൽ മസ്. പിശാച് ബാധിച്ചവനെ പോലെ, പിശാച് ശൈത്താൻ ബാധിച്ചവനെ പോലെ ഇളകിയിട്ട് ഭ്രാന്തൻ സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ടാണ് മഹ്ശറാവൻ സഭയിൽ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് വരിക. അവൻ പുനർജന്മനാളിൽ അവൻ വന്നെത്തിച്ചേരുക എന്ന് പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു അങ്ങേയറ്റം വഷളാക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങേയറ്റം വഷളാക്കും. എന്നിട്ടാ പലിശക്കാരെ എല്ലാവരെയും ഒരു ഭാഗത്തേക്ക് മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. ഇന്നാ കലത്തർ റിബാ യുഹ്ശറൂന ഫീ സൂറത്തിൽ കിലാബി വൽ ഖനാസീർ. പട്ടികളുടെയും പന്നികളുടെയും കോലത്തിലായിട്ട് മഹ്ശറയിൽ ഇങ്ങനെ കാണാ കുറെ ഭ്രാന്തന്മാരെ. അപ്പൊ മനസ്സിലാക്കണം അവരാരാണ്? അവർ പലിശ തിന്ന ആളുകളാണ്. പിന്നെ ആ ഭ്രാന്തന്മാരെ പലിശക്കാരൊക്കെ കൂടെ ഒരു ഭാഗത്തേക്ക് ഒരുമിച്ച് കൂട്ടും മഹ്ശറയിൽ. ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ അവരെ
പട്ടികളുടെയും പന്നികളുടെയും കോലത്തിലായി കോലം മറിച്ചുകൊണ്ട് അവർ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് പിന്നെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. നഊദു ബില്ലാഹ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. കാലാകാലം മരണമില്ലാത്ത ജീവിതമാണ് പിന്നെ പരലോകത്തെ ജീവിതം. സ്വർഗത്തിലാണെങ്കിൽ അൽഹംദുലില്ലാഹ്. അല്ല, ഇങ്ങനെയൊക്കെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടാലോ? നമുക്ക് കിട്ടിയത് ആകെ കുറച്ച്, പലിശയിലൂടെ കിട്ടിയത് ആകെ കുറച്ച്. അത് അധ്വാനിച്ചാലോ കച്ചവടം ചെയ്താലോ മറ്റുള്ള മാർഗങ്ങളിൽ ആ സമ്പത്ത് ഹലാലായ മാർഗത്തിന് സമ്പത്തുണ്ടാക്കാമായിരുന്നു. പക്ഷെ ഒരു അധ്വാനവുമില്ലാതെ ഒരു കഷ്ടപ്പാടുമില്ലാതെ പെട്ടെന്ന് പണമുണ്ടാക്കാൻ പലിശയുടെ മാർഗത്തിലേക്ക് ചെന്നാൽ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവനായി. അതങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് നീണ്ടുപോകും. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരു പലിശ മാത്രമല്ല, അങ്ങനെ ഏതേത് മാർഗത്തിലാണെങ്കിലും നമ്മുടെ അമലുകളെ നശിപ്പിക്കുന്ന, നമ്മുടെ നന്മകളെ തിന്മയാക്കി കളയുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് പണം, സമ്പത്ത്. അത് നമ്മുടെ എല്ലാ അമലുകളെയും, നമ്മുടെ ദുആകളെയും, നമ്മുടെ സൽക്കർമ്മങ്ങളെയും അത് വടക്കാക്കും, നശിപ്പിക്കും. രണ്ടാമത്തെ, നമ്മുടെ നന്മകളെ തിന്മയിൽ കുതിർത്ത് കളയുന്ന, നമ്മുടെ നന്മകളെ നശിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർറിയാ, ലോകമാന്യം. ലോകമാന്യം. ഒരുപാട് നന്മകൾ ചെയ്യുന്നു, ഒരുപാട് അമലുകൾ ചെയ്യുന്നു. എന്തിന്? മറ്റുള്ളവർ കാണാൻ, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ, ലോകമാന്യത്തിന് വേണ്ടി, മറ്റുള്ളവർ കാണുക എന്ന ലക്ഷ്യത്തോടുകൂടെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ. ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. ശിർക്ക് അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. ദീനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്നതാണ് ശിർക്ക്. ശിർക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക്. അതാണ് ഞാൻ ഉമ്മത്തെ നിങ്ങളിൽ ഏറ്റവും ഭയപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, വമ ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, ഏതാണ് ചെറിയ ശിർക്ക് നബിയേ? അർറിയാ, ലോകമാന്യം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലോകമാന്യം. സുബ്ഹാനല്ലാഹ്. ഒരുപാട് അമലുകളുമായിട്ട് മശ്റയിലേക്ക് വന്നു, ഒരുപാട് നന്മകളുമായി. അപ്പ റബ്ബ് ഫളറു ഹൽ തജിദൂന ഇൻദഹും ജസാ. നിങ്ങൾ നിസ്കരിച്ചു, ഹജ്ജ് ചെയ്തു, പണം കൊടുത്തു, സദഖ ചെയ്തു, ഒരുപാട് നന്മകൾ ചെയ്തു. പക്ഷേ അത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയായിരുന്നില്ലേ? അവരെ പറയാൻ വേണ്ടിയായിരുന്നില്ലേ? അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നിങ്ങൾ നന്മകൾ ചെയ്തത്. അതുകൊണ്ട് ആ നന്മകൾക്കുള്ള കൂലി അവരുടെ അടുത്ത് പോയി വാങ്ങിക്കോളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആട്ടി അകറ്റുകയാണ്. പടച്ച റബ്ബ് വലിച്ചെറിയുകയാണ്. മഹാന്മാർ പറഞ്ഞു, എന്താണ് ജനങ്ങൾ മദ്ഹ് ചെയ്ത പ്രയോജനം? ഓ നല്ല നിസ്കാരക്കാരനാണ്, ഹാജിയരാണ്, ഓനെ നല്ല ഒരുപാട് നല്ല കാര്യം ചെയ്യുന്ന ആളാണ് എന്ന് ആളുകൾ മദ്ഹ് ചെയ്യാൻ വേണ്ടി, ആളുകൾ പറയാൻ വേണ്ടിയാണ് നമുക്ക് ലോകമാന്യം ഉണ്ടാകുന്നത്. ലോകമാന്യം ഉണ്ടാകുന്നത് അതിനുവേണ്ടിയാണ്. ആളുകൾ പറയുമ്പോൾ, മദ്ഹ് ചെയ്യുമ്പോൾ, ആളുകൾ നമ്മളെങ്ങനെ പുകഴ്ത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതിനുവേണ്ടിയാണ് ലോകമാന്യത്തിലേക്ക് എത്തുന്നത്. അതിനുവേണ്ടിയാണ് അങ്ങനെ അമലുകൾ ചെയ്യുന്നത്. മഹാന്മാര് ചോദിക്കുന്നു, എന്താ നിനക്ക് ജനങ്ങളുടെ മദ്ഹ് കൊണ്ട് പ്രയോജനം? ജനങ്ങൾ മദ്ഹ് ചെയ്താൽ നിനക്ക് യാതൊരു ഉപകാരവുമില്ല. എന്താ ഉപകാരം? ഒരങ്ങനെ മദ്ഹ് ചെയ്തു, നിന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടായി ഒരങ്ങനെ പറയുമ്പോ എന്നല്ലാതെ. എന്നാൽ നിനക്കെന്താ പ്രയോജനം? ജനങ്ങൾ മദ്ഹ് ചെയ്താൽ അന്ന മദ്ഹന്നാസിലായ ഉഫൗക ഇൻ കുന്ത ഇൻദല്ലാഹി മദ്മൂമാ. അള്ളാന്റെ അടുക്കൽ നിന്ദിക്കപ്പെട്ടവനാണെങ്കിൽ പിന്നെ ജനങ്ങൾ മദ്ഹ് ചെയ്തിട്ട് എന്താ കാര്യം? അള്ളാന്റെ അടുത്ത് മദ്ഹുണ്ട്, അള്ളാന്റെ അടുത്ത് കബൂലിയത്തിന്റെ ജനങ്ങൾ മദ്ഹ് ചെയ്താലും അതുകൊണ്ട് തടസ്സമല്ല. നമ്മളെന്തല്ല, നമ്മുടെ ഉദ്ദേശം എന്തല്ല, ജനങ്ങൾ മദ്ഹ് ചെയ്യാനല്ല. നമ്മൾ ഈ ഇഖ്ലാസോടുകൂടെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? മദ്ഹ് ചെയ്യുന്നു. അത് തെറ്റല്ല, നമ്മൾ കുറ്റക്കാരല്ല. എങ്ങനെ? നമ്മൾ നല്ല നിയത്തിലാണ് നമ്മൾ അമൽ ചെയ്തത്, അള്ളാഹു അത് കബൂലാക്കി, പടച്ച റബ്ബ് തൃപ്തിപ്പെട്ടു, അള്ളാഹു അവന്റെ മലക്കുകളോട് നമ്മെക്കുറിച്ച് മദ്ഹ് പറഞ്ഞു. അപ്പൊ ജനങ്ങൾ മദ്ഹ് പറയും, അപ്പൊ പറഞ്ഞോട്ടെ, അതിന് വിരോധമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ
പടച്ച റബ്ബ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനോട് പറയും, ജിബ്രീലെ ഞാൻ ഇന്നയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ജിബ്രീൽ വിളിച്ചു പറയും, ജിബ്രീൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയും മലക്കുകളോട്, മലക്കുകളെ ഞാനും അള്ളാഹു ഇന്നയാളെ ഇഷ്ടപ്പെട്ടു, നിങ്ങളും ഇഷ്ടപ്പെട്ടോളൂ. അപ്പൊ ജനങ്ങളൊക്കെ മലക്കുകളൊക്കെ അവനെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവും മലക്കുകളും ജിബ്രീലും ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ഇഷ്ടം ജനങ്ങളെ മനസ്സിൽ അള്ളാഹ് വെറുതെ ഇട്ടുകൊടുക്കും. ദുനിയാവിലെ ഭൂമിയിലുള്ള ജനങ്ങളെ മനസ്സിലും നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവും തന്നെ. അള്ളാഹു വെറുതെ ഇട്ട് തരാ. ജനങ്ങൾ പറഞ്ഞോട്ടെ, നല്ലത് പറഞ്ഞോട്ടെ, നല്ലയാളാണ്, നല്ലോനാണ് എന്ന് ജനങ്ങൾ പറഞ്ഞോട്ടെ, അത് തെറ്റല്ല. പക്ഷേ എന്ത് വേണം? ജനങ്ങളുടെ മദഹ് കിട്ടുന്നതിന് മുമ്പ് റബ്ബിന്റെ മദഹ് കിട്ടണം. അല്ല, അള്ളാഹു നമ്മെ ആക്ഷേപിക്കുകയാണ്, റബ്ബ് ദമ്മ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ജനങ്ങൾ എത്ര മദഹ് ചെയ്തിട്ടെന്താ പ്രയോജനം? 2, ജനങ്ങൾ ഇന്നൽ മഖ്ലൂഖ ലാ യൻഫഉക വലാ യദുറുക, ഈ സൃഷ്ടികൾക്ക് നിനക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ കഴിയൂല. പ്രത്യേകിച്ച് യൗമ ഫഖരിക, നീ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരനായി വരുന്ന ദിവസം, നീ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരനായി വരുന്ന ദിവസം സൃഷ്ടികൾക്ക് ജനങ്ങൾക്ക് നിനക്ക് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ രണ്ടിനും കഴിയൂല. പിന്നെയോ നീ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ലോകമാന്യം റിയാ എന്നത് അമലുകളെ പൊളിച്ചുകളയും, അമലുകളെ പൊളിച്ചുകളയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഇന്ന മിൻ സലായി തൗബതിക അൻ തഅരിഫ ദംബക, നിന്റെ തൗബ നന്നാവണമെങ്കിൽ നിനക്ക് നിന്റെ പാപത്തെ അറിയാൻ കഴിയണം. പിന്നെയോ വമിൻ സലാഹി അമലിക, നിന്റെ അമല് നന്നാവണമെങ്കിൽ അൻ തർഫുദ ഉജ്ബക, നിന്റെ ഉജ്ബിനെ പൊങ്ങച്ചത്തെ വലിച്ചെറിയാൻ കഴിയണം. അമല് നന്നാവണോ? പൊങ്ങച്ചം അല്ലേ? മനസ്സിന്റെ അതുകൊണ്ടുണ്ടാകുന്നൊരു പൊങ്ങച്ചം, ഒരമല് ചെയ്യുമ്പോ അതുകൊണ്ട് മനസ്സിൽ തോന്നുന്ന ഒരു ഉജ്ബ്, ഒരു പൊങ്ങച്ചം, അത് ഇല്ലാതായാൽ നിന്റെ അമല് നന്നായി. തൗബ നന്നാവണോ? നിന്റെ പാപത്തെ നിനക്കറിയാൻ കഴിയണം. ഒമിൻ സലായി ശുക്രിക, നിന്റെ ശുക്ർ നന്നാവണോ? എന്നാൽ അൻ തഅരിഫ തഖ്സീറക, നിന്റെ വീഴ്ച, നിന്റെ കുറവ് അത് നിനക്കറിയാൻ കഴിയണം. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, തൗബ നന്നാവണോ, നിന്റെ പാപത്തെ അറിയണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചെയ്ത പാപം എന്നതാണെന്ന് അറിയാനല്ല. നിന്റെ തൗബ നന്നാവണോ? തൗബ നന്നാവണമെങ്കിൽ പാപത്തെ അറിയണം. ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനൊന്ന് തൗബ ചെയ്യാൻ. പാപം അറിയാം, ഇന്ന പാപമാണ്, അതല്ല. ആ പാപത്തിന്റെ ഗൗരവം അറിയുക. ഞാനാ ചെയ്ത തെറ്റ് അത്ര ഗൗരവമുള്ള തെറ്റാണല്ലോ, അതിനെ അള്ളാഹു കണക്കാക്കി വെച്ച ശിക്ഷ എങ്ങാനും വന്നാൽ സുബ്ഹാനല്ലാഹ് താങ്ങാൻ കഴിയൂലല്ലോ. അതിനുള്ള ശിക്ഷ എങ്ങാനും വന്നാൽ സഹിക്കാൻ കഴിയില്ലല്ലോ. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ലോകമാന്യക്കാരായ ആളുകൾ നാളെ മഹ്ശറാവൻ സഭയിൽ വന്നാൽ അവരെ വിളിക്കപ്പെടുക. ഇന്നൽ മുറാഈനാദാനി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ലോകമാന്യക്കാരെ വിളിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അലാ റൂസിൽ ഖലായിഖി, എല്ലാ സൃഷ്ടികളും കേൾക്കുന്ന വിധം, മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ എല്ലാ സൃഷ്ടികളും കേൾക്കുന്ന വിധം ഈ ലോകമാന്യക്കാരായ ആളുകളെ വിളിക്കുക 4 പേരുകളെ കൊണ്ടാണ്. യാ കാഫിർ, യാ കാഫിർ എന്നാണ് വിളി, കാഫിർ എന്ന വിളി. രണ്ടാമത്തെ വിളി യാ ഫാജിർ, യാ കാഫിർ, അല്ലയോ കാഫിറേ, അല്ലയോ സത്യനിഷേധി. രണ്ടാമത്തെ വിളിയോ യാ ഫാജിർ, അല്ലയോ തമ്മാടി, യാ ഫാജിർ. പിന്നെയോ വയാ ഗാദിർ, അല്ലയോ വഞ്ചക, അള്ളാനെ പറ്റിച്ചവനെ, പടച്ചറബിനെ വഞ്ചിച്ചവനെ. കാരണം ലോകമാന്യം എന്ന് പറഞ്ഞാൽ അള്ളാനെ വഞ്ചിക്കലാണ്. നിസ്കരിക്കുന്നു, പക്ഷേ ആർക്ക് വേണ്ടി? മറ്റുള്ളവർക്ക് വേണ്ടി. ഏത് അമലും ചെയ്യുന്നു? മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പൊ അള്ളാനെ വഞ്ചിക്കലാണ്. പിന്നെ വയാ ഖാസിർ, പരാജയപ്പെട്ടവനെ. 4 പേരുകൾ. യാ കാഫിർ, യാ ഫാജിർ, യാ ഗാദിർ, യാ ഖാസിർ. 4 വൃത്തികെട്ട പേരുകളെ കൊണ്ടാണ് ലോകമാന്യക്കാരെ മഹ്ശറയിൽ മറ്റ് സൃഷ്ടികൾക്കിടയിലിട്ട് വഷളാക്കുക. അങ്ങനെയാണ് വിളിക്കുക എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ.
ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഖറജ ഇലൽ മസ്ജിദി യൗമൻ, ഒരു ദിവസം മദീനത്തെ മസ്ജിദുൻ നബവിയിലേക്ക് പുറപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഫവജദ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഇൻദ ഖബറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്കി. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ഖബറിന്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ കരയാണ്. ഫഖാല, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ യുബ്കീക യാ മുആദ്, എന്തേ മുആദേ നിങ്ങൾ കരയുന്നത്? എന്തേ മുആദേ നിങ്ങൾ കരയുന്നത്? മുത്തുനബിയുടെ പരിശുദ്ധമായ ഖബർ ശരീഫിന്റെ അടുത്തിരുന്നു കൊണ്ട് കരയുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യുബ്കീനി ഹദീസുൻ സമഅതുഹു മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ഹദീസ് മുത്തുനബിയുടെ ഖബർ ശരീഫിന്റെ അടുത്ത് വന്നപ്പോ, അന്ന് ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു ചെറിയൊരു ഹദീസ് എനിക്ക് ഓർമ്മ വന്നു. ആ ഹദീസാണ് എന്നെ കരയിപ്പിച്ചത്. ഏതാണ് ആ ഹദീസ്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അൽ യസീറു മിനർ റിയാഇ ശിർക്ക്, അൽ യസീറു മിനർ റിയാഇ ശിർക്ക്, ലോകമാന്യത്തിൽ നിന്ന് കുറച്ച് മതി ശിർക്കാവാൻ, ലോകമാന്യത്തിൽ നിന്ന് ഒരൽപ്പം മതി ശിർക്കാവാൻ. സുബ്ഹാനല്ലാഹ്, മറ്റുള്ളവരെ കാണാൻ വേണ്ടി, മറ്റുള്ളവരെ പറയാൻ വേണ്ടി ഒരു അമലിൽ ചെറിയ ഒരു തോന്നൽ വന്നുപോയാൽ, ചെറുത്, അൽ യസീറു മിനർ റിയാ, റിയായിൽ നിന്ന് വളരെ കുറഞ്ഞത്, അത് ശിർക്കാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ശിക്ഷിക്കപ്പെടാൻ കാരണമാകുന്ന മാരകമായ തെറ്റായിട്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ആ ഹദീസ് എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ കരഞ്ഞുപോയി എന്ന് സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പൊങ്ങച്ചം പോയി കിട്ടാൻ എന്താണ് വഴി? മഹാന്മാര് 4 വഴികൾ പറഞ്ഞു. പൊങ്ങച്ചം നമ്മുടെ മനസ്സിൽ വരുമ്പോ അത് പോയി കിട്ടാൻ എന്താ വഴി? ഒന്ന് അയ്യറ തൗഫീഖ മിനല്ലാഹി തആല, അവൻ ചിന്തിക്കണം, ഏത് ഒരു അമല് ചെയ്യുമ്പോഴും, കൊടുക്കുകയാണോ, സദഖ ചെയ്യാണോ, ഹജ്ജിന് പോകുകയാണോ, ഉംറക്ക് പോകുകയാണോ, നിസ്കരിക്കാണോ, നല്ലൊരു അമല് ചെയ്യുമ്പോ അവൻ ചിന്തിക്കണം, ഇതിനുള്ള തൗഫീഖ് എനിക്ക് പടച്ചോൻ തന്നതാണല്ലോ, ഇതിനുള്ള സമ്പത്തും ആരോഗ്യവും അതിനുള്ള തൗഫീഖും വേണ്ടത് അല്ലാഹു തന്നതാണല്ലോ. അയ്യറ തൗഫീഖ മിനല്ലാഹി തആല, ഒരു അമലിലേക്ക് ഒരുങ്ങുമ്പോൾ, ഒരു നല്ല കാര്യത്തിലേക്ക്, ഒരു നന്മയിലേക്ക് ചിന്തിക്കുമ്പോൾ അതിനുള്ള തൗഫീഖ് റബ്ബാണല്ലോ തന്നത് എന്ന് ചിന്തിക്കുക. ആ ചിന്തിക്കുമ്പോൾ അത് അവനെ അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ പ്രേരിപ്പിക്കും. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ പാവങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് കൊടുക്കാൻ എനിക്ക് സമ്പത്തുണ്ടായെന്ന റബ്ബാണല്ലോ തന്നത്, അള്ളയാണല്ലോ തോന്നിപ്പിച്ചത്, അൽഹംദുലില്ലാഹ്. അപ്പോൾ പടച്ച റബ്ബിനെ തൗഫീഖിനെ കുറിച്ച് ചിന്തിക്കുക, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക. പിന്നെയോ മഹാന്മാര് പഠിപ്പിച്ചു, വഅൻ യഖാഫ അല്ലാ യതഖബ്ബല മിന്നു. പിന്നെ പൊങ്ങച്ചം പോകാൻ മറ്റൊരു വഴി എന്താ? പടച്ചവനെ ഞാൻ ചെയ്താൽ അള്ളാഹോ, പടച്ചവനെ നീ എന്നിൽ നിന്ന് കബൂലാക്കോ, അള്ളാഹു ഇത് സ്വീകരിക്കോ, ഞാൻ ഇപ്പൊ ഹജ്ജിന് പോയാൽ അള്ളാഹു സ്വീകരിക്കോ, ഞാൻ ഉംറക്ക് പോയാൽ, ഞാൻ നിസ്കരിച്ചാൽ, ഞാൻ സക്കാത്ത് കൊടുത്താൽ, സദഖ അള്ളാഹു കബൂലാക്കോ എന്ന കാര്യത്തിലുള്ള പേടി ഉണ്ടാവുക. കബൂലാക്കുമോ എന്ന കാര്യത്തിലെ ഭയം, കബൂലിയത്തിനെ കുറിച്ചുള്ള ആ ആശങ്ക അത് മനസ്സിലുണ്ടാക്കുക. പിന്നെയോ മറ്റൊരു കാര്യം മഹാന്മാര് പറഞ്ഞു, അയ്യൻദുറ ഫീ ദുനൂബില്ലത്തി അദ്നബ ഖബൽ, മുമ്പ് ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർക്കുക. ഒരു നല്ല കാര്യത്തിന് ഒരുങ്ങുമ്പോൾ ലോകമാന്യം വരാതിരിക്കാനുള്ള വഴി, മുമ്പ് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർക്കുക. പടച്ചവനെ, ഞാൻ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തവനാണ്, അതുകൊണ്ട് അല്ലാഹ് ഈ ഞാൻ ചെയ്യുന്ന അമല് നല്ല നിലക്ക് നീ കബൂലാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ പരാജയപ്പെടും എന്ന ഓർമ്മ ആ സമയത്ത് വരും. അപ്പൊ കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുക. ഈ കാര്യങ്ങൾ പൊങ്ങച്ച മനസ്സിൽ നിന്ന് പോകാനുള്ള വഴികളായി മഹാന്മാരായ തസൗഫിന്റെ അഹ്ലുകാര് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബ് ജന്നത്തു അദൻ എന്ന് പറയുന്ന മനോഹരമായ സ്വർഗത്തിലെ തോട്ടം അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ
ലമ്മാ ഖലഖല്ലാഹു തആല ജന്നത അദ്നിൻ, ജന്നത്തു അദ്നിനെ അല്ലാഹു പടച്ചപ്പോൾ ആ സുഖലോക സ്വർഗത്തിന്റെ അദ്ൻ എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ഉള്ളിൽ ഒരുപാട് മനോഹരമായ നിഅമത്തുകൾ അല്ലാഹു വേറെയും ഒരുപാട് സാധാരണ സൃഷ്ടികൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്ര വലിയ സുഖസൗകര്യങ്ങൾ ജന്നത്തു അദ്നിൽ പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തി അതിന്റെ സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയിട്ട് അല്ലാഹു പറഞ്ഞു, ജന്നത്തു അദ്നിനോട് പറഞ്ഞു, തകല്ലമീ, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞോളൂ. അപ്പോൾ ജന്നത്തു അദ്ൻ പറഞ്ഞു, ആ സ്വർഗം പറഞ്ഞു, സ്വർഗത്തിലെ അദ്ൻ പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. 3 തവണ പറഞ്ഞു ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചു. എന്നിട്ട് സുമ്മകാലത്ത് പിന്നെ ജന്നത്തു അദ്ൻ പറഞ്ഞു, അന ഹറാമുൻ അലാ കുല്ലി ബഖീലിൻ വ മുറാ, എല്ലാ ലോകമാന്യക്കാർക്കും പിശുക്കന്മാർക്കും ഞാൻ ഹറാമാണ്. സ്വർഗത്തിലെ ഉന്നതമായ സ്വർഗീയമായ തോട്ടം സംസാരിച്ചത് റബ്ബ് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ മുഅ്മിനീങ്ങൾ വിജയിച്ചു. 3 തവണ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അനഹറാം, ഞാൻ ഹറാമാണ്, അലാ കുല്ലി ബഖീലിൻ വ മുറാ, എല്ലാ പിശുക്കന്മാർക്കും എല്ലാ ലോകമാന്യക്കാർക്കും ഞാൻ ഹറാമാണ് എന്ന് ജന്നത്തു അദ്ൻ പറയുകയും ചെയ്തു എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ലോകമാന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകമാന്യം ഒരാള് മൻ റമ്മ നഫ്സഹു ഫിൽ മലഇ ഫഖദ് മദഹഹ വദാലിക മിൻ അലാമാത്തിർ റിയാ. എങ്ങനെ? ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ ഒരു സദസ്സിൽ വെച്ചിട്ട് അവനെ നിസ്സാരമാക്കി പറഞ്ഞാൽ ഫഖദ് മദഹ, അവനെ തന്നെ മദ്ഹ് പറഞ്ഞതിന് തുല്യമാണ്. ഫദാലിക മിൻ അലാമാത്തി റിയ, അതും റിയാ ആണ്, ലോകമാന്യാണ്. അല്ലേ? നമ്മളിപ്പോ സദസ്സിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാനൊരു പാവാട്ടോ, ഞാനൊരു നിസ്സാരക്കാരനാണ്, ഞാൻ കൂടുതൽ അറിവൊന്നുമില്ലാത്ത ഒരാളാണ്, ഞാൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, ഞാനൊരു പാവാണ്, ഞാനൊരു നിസ്സാരക്കാരനാണ് എന്ന് പറഞ്ഞ് നമ്മളെങ്ങനെ നിസ്സാരമാക്കിയ സദസ്സിൽ ഇങ്ങനെ പരിചയപ്പെടുത്തി. ഞാൻ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ ഒരു മൊയ്ലേര് പരിചയപ്പെടുത്തി സങ്കല്പിച്ചോളി, ഞാൻ പാവാണ്, ഞാൻ നിസ്സാരക്കാരനാണ്, ഞാനൊരു അറിവില്ലാത്തവനാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ നിസ്സാരപ്പെടുത്തി ഒരു സദസ്സിൽ സംസാരിച്ചാൽ ഫഖദ് മദഹഹ, അവനെ മദ്ഹ് ചെയ്തതാണത്. അത് അവനെ മദ്ഹ് ചെയ്യലാണ്, അതും റിയാ ആണ്, ലോകമാന്യമാണ് എന്ന് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അങ്ങനെയും ലോകമാന്യം വരും. അതായത് ഒരാൾക്ക് മനസ്സിൽ തോന്നാണ്, ഞാന് ഇപ്പൊ ഈ നിസ്കരിക്കുന്നത് വേറെ ആരെങ്കിലും കാണരുത്, അല്ല ഞാനിപ്പോ നിസ്കരിക്കുന്നത് ആരെങ്കിലും കാണരുത്, അതും റിയാ ആണ്. നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയണില്ല. ഒരു അമല് ചെയ്യുമ്പോൾ, ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ മറ്റൊരാള് കാണണം എന്ന് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയണം, മറ്റുള്ളവരെ പറയണം എന്ന് ചിന്തിച്ചാൽ അത് ലോകമാന്യാണെന്ന് മനസ്സിലായി. എന്നാ വേറൊരാള് ചിന്തിക്കാണ്, ഞാൻ ഈ ചെയ്യുന്ന അമല ആരും അറിയരുത്, ആരും കാണരുത് എന്നൊരു ചിന്ത മനസ്സിൽ വരികയാണ്, അതും റിയായിൽ പെടുന്നു. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെയാണ്? മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു അമലിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും കാണണമെന്നോ അറിയണമെന്നോ, കാണരുത് എന്നോ അറിയരുത് എന്നോ രണ്ട് ചിന്ത ഉണ്ടാവാൻ പാടില്ല. മറ്റുള്ളവർ കാണരുത് അറിയരുത് എന്ന് ചിന്തിച്ചാൽ പോലും അപ്പോഴും നമ്മുടെ അമല് 100% അല്ലാഹുവിനായി മാറുന്നില്ല. നമ്മളെ അമല് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണാനുമല്ല, കാണാതിരിക്കാനുമല്ല, അറിയാനുമല്ല, അറിയാതിരിക്കാനുമല്ല. അല്ലേ? അപ്പൊ ഒരാൾ പള്ളിക്കലേക്ക് വരുന്നില്ല, ജമാഅത്തിനും വരൂല, ജുമാക്കും വരൂല, തറാവീനും വരൂല, എന്ത് വരാത്ത? അല്ല, ഞാൻ അവിടെ നിസ്കരിക്കാൻ വന്നാൽ ആൾക്കാർ ഞാൻ ഇപ്പൊ നിസ്കരിക്കുന്ന ആളായി ഇന്ന് മനസ്സിലാക്കിയാലോ? അല്ല,
ഞാൻ നിസ്കരിക്കാൻ വന്നാൽ ആളുകൾ ഇപ്പൊ ഞാൻ നിസ്കരിക്കുന്ന ആളാണ് എന്നിട്ട് ആൾക്കാർ ചിന്തിച്ചാല് അതൊരു ലോകമാന്യാവോ എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ആരും അറിയാതെ ഞാൻ അവിടെ മാറി നിസ്കരിക്കാണ്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, അങ്ങനെയും ചിന്തിക്കാൻ പാടില്ല. അതും റിയായിലേക്ക് എത്തിച്ചേരും എന്നാണ് ബഹുമാനപ്പെട്ട താബഈ നേതാവായ സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ട് കാര്യമാണ് സൂചിപ്പിച്ചത്. നമ്മുടെ നന്മകളെ ചീത്തയാക്കുന്നത് ഒന്ന് ഹറാമായ സമ്പത്ത്, മറ്റൊന്ന് ലോകമാന്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ അമലുകളെ നശിപ്പിക്കുന്ന മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ വിശ്വാസത്തിന്റെ ദുർബലത. അമലൊക്കെ ചെയ്യുന്നു, പക്ഷെ നമ്മുടെ മനസ്സിലെ ഈമാനിന് കേടുപറ്റിപ്പോയി. അമൽ ഒരുപാട് ചെയ്യുന്നുണ്ട്, നിസ്കാരമുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്, എല്ലാ അമലുണ്ട്, എല്ലാ നന്മകളും ചെയ്യുന്നുണ്ട്. പക്ഷേ മനസ്സിന്റെ വിശ്വാസം ഈമാനിന് തകരാറ് പറ്റിപ്പോയാൽ പോയി. ഈമാനിന് തകരാറ് പറ്റിപ്പോയാൽ ഒക്കെ നഷ്ടപ്പെട്ടു പോയി. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരിക്കൽ ഇബ്ലീസ് ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്ന് സംശയം ചോദിക്കാണ്, അല്ല ഇമാം ശാഫിഈ തങ്ങളെ, പടച്ചോൻ നമ്മളെയൊക്കെ സൃഷ്ടിച്ചു, അള്ളാന്റെ ഉദ്ദേശത്തിന് സൃഷ്ടിച്ചതാണ്. അള്ളാഹു നമ്മയൊക്കെ പഠിച്ചത് അള്ളാന്റെ ഉദ്ദേശത്തിലാണ്. അള്ളാഹ് ഉദ്ദേശിച്ച സമയത്ത്, അള്ളാഹ് ഉദ്ദേശിച്ച രൂപത്തില് അള്ളാഹുവിന്റെ ഇറാദത്തും അവന്റെ ഉദ്ദേശവും അനുസരിച്ച് നമ്മളെ പഠിച്ചു. പിന്നെ നമ്മുടെ അമലുകളെയും പഠിച്ചത് അള്ളാഹ് തന്നെ. നിങ്ങളെയും നിങ്ങളുടെ അമലുകളെയും പഠിച്ചത് അള്ളാഹുവാണ്. രാജാതിരാജനായ റബ്ബാണ് നിങ്ങളെ പടച്ചത്, നിങ്ങളുടെ അമലുകളെയും പടച്ചത്. നിങ്ങൾ ഏത് അമല്, അൽ ഖൈറു വശറു മിനല്ലാഹി തആല, ഖൈറു ശർറു അല്ലാഹുവിൽ നിന്നാണ്. ഒരാൾ കള്ളുകുടിക്കുന്നുണ്ടോ? ആര് കഴിവ് കൊടുത്തിട്ടാ? അള്ളാഹ് കഴിവ് കൊടുത്തിട്ട്. വ്യഭിചരിക്കുന്നുണ്ടോ? അള്ളാഹ് കഴിവ് കൊടുത്തിട്ട്. ഏതൊരു തിന്മ ചെയ്യുകയാണെങ്കിലും അള്ളാഹ് കഴിവ് കൊടുത്തിട്ടാണല്ലോ. നല്ലത് ചെയ്യണുണ്ടോ? അതിനും അള്ളാന്റെ കഴിവ് കൊടുക്കണേ. അപ്പൊ അള്ളാന്റെ ഉദ്ദേശപ്രകാരം നമ്മളെ പഠിച്ചു, അള്ളാന്റെ ഉദ്ദേശപ്രകാരം നമ്മളെ കൊണ്ട് അമലും ചെയ്യിപ്പിക്കുന്നു. അള്ളാഹ് ഉദ്ദേശിച്ച ആളുകളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കുന്നു, അള്ളാഹ് ഉദ്ദേശിച്ച ആളുകളെ കൊണ്ട് ചീത്തവും ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് ആ അള്ളാഹ് കുറെ ആളുകളെ സ്വർഗത്തിൽ കൂടുക, കുറെ ആളുകൾ നരകത്തിൽ കൂടുക. ഇത് ന്യായാണോ? ഇത് അദലാണോ? നീതിയാണോ? നല്ല ചോദ്യമാണ്. അള്ളാന്റെ ഉദ്ദേശത്തിൽ നമ്മളെ പഠിച്ചു, എന്നിട്ട് നമ്മളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കണോ അള്ളാഹ്, ചീത്ത ചെയ്യിപ്പിക്കണോ അള്ളാഹ്. എന്നിട്ട് അള്ളാഹ് എന്നെ നമ്മളെ പടച്ച്, അള്ളാഹ് നമ്മളെ കൊണ്ട് ചീത്ത ചെയ്യിപ്പിച്ച്, അള്ളാഹ് നമ്മളെ കൊണ്ട് നരകത്തിലിടുക. അത് നീതിയാണോ എന്ന് നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇമാം ശാഫിഈ തങ്ങളോട് ഇബ്ലീസ് റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, നിന്നെ പടച്ചത് നിന്റെ ഉദ്ദേശത്തോടെങ്കിൽ പറഞ്ഞത് ശരിയാണ്. അല്ല, നിന്നെ പടച്ചത്, നിന്നെ അള്ളാഹ് പടച്ചു, അത് നിന്റെ ഉദ്ദേശത്തോടുകൂടെ നിന്റെ തീരുമാനപ്രകാരാണ് അള്ളാഹു അങ്ങനെ പടച്ചത് എങ്കിൽ ഈ പറഞ്ഞ ന്യായാണ്. പക്ഷെ അള്ളാന്റെ ഉദ്ദേശത്തോടുകൂടെ ഒരാളെ പടച്ചാൽ പിന്നെ അതിനെ ചോദ്യം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമല്ല. ഇജിപ്പോ അങ്ങനെ ചോദിക്കുന്നത് അനക്ക് ന്യായാണ് എന്ന് തോന്നുന്നത്, ഇത് അനീതിയാണോ എന്ന് തോന്നുന്നത് എന്താണ്? അന്റെ ബുദ്ധി കൊണ്ടോ അന്റെ മനസ്സുകൊണ്ടാണ്, നീ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ നിന്നെ വളരെ കൃത്യമായ നല്ല മറുപടിയാണ് ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ തങ്ങൾ കൊടുത്തത്. നിന്നെ പടച്ചത് നിന്റെ തീരുമാനവും നിന്റെ ഉദ്ദേശവും അനുസരിച്ചാണെങ്കിൽ, നീ പറഞ്ഞിട്ടാണ് നിന്നെയും നിന്റെ അമലുകളെയും അള്ളാഹ് പടച്ചതെങ്കിൽ പിന്നെ അള്ളാഹ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്നത് ന്യായാണ്. അള്ളാഹ് ഉദ്ദേശിച്ചു, നിന്നെ പഠിച്ചു, നിന്റെ അമല് പഠിച്ചു, അള്ളാഹ് എന്തോ ചെയ്യണോ? നിന്നെ പഠിച്ചതിനെ നീ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. നീ ചോദ്യം ചെയ്യണം. ഇപ്പൊ എന്താണ്? നരകത്തിലിടുന്നതിനെ ചോദ്യം ചെയ്യണം. നരകത്തിലിടുന്നതിനാണ് ചോദ്യം ചെയ്യണത്. ബാക്കി ഒന്നിനെയും നീ ചോദ്യം ചെയ്യുന്നില്ല. അള്ളാഹു നിന്നെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുന്നതിനെ നീ ചോദ്യം ചെയ്യുന്നില്ല. നിന്നെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കുന്നതിനെയും നീ ചോദ്യം ചെയ്യുന്നില്ല. നിന്നെ പടച്ചതിനെയും നീ ചോദ്യം ചെയ്യുന്നില്ല. അതൊന്നും നീ ചോദ്യം ചെയ്യുന്നില്ല. നിനക്ക് അന്യായമെന്ന് തോന്നിയതിനെ മാത്രമാണ് നീ ചോദ്യം ചെയ്തത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതുകൊണ്ട് നിന്റെ ഉദ്ദേശത്തോടുകൂടെയാണ് നിന്നെ പടച്ചതെങ്കിൽ നിന്റെ ചോദ്യത്തിന് അർത്ഥമുണ്ട്.
നിന്റെ ഉദ്ദേശത്തോടുകൂടെയല്ല, അള്ളാന്റെ ഉദ്ദേശത്തോടുകൂടെയാ അള്ള എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അവന് ചോദ്യം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇത് കേട്ടപ്പോ ഇബ്ലീസുൽ ലഈൻ, ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് പറഞ്ഞു ഇമാം ഷാഫിഈ തങ്ങളോട്, ഇതേ ചോദ്യം ഇട്ടുകൊടുത്തിട്ട് ഞാൻ 70,000-ലധികം ആളുകളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 70,000-ലധികം ആളുകളുടെ ഈമാൻ ഞാൻ തകരാറിലാക്കി ഈ ചോദ്യം ഇട്ടുകൊടുത്തിട്ട്. കാരണം ഖദരിയത്ത്, ഖദറിലുള്ള വിശ്വാസം, അള്ളാഹു ആണ് നല്ലതും ചീത്തവും ചെയ്യണത്. നമ്മളെ വിശ്വാസം അങ്ങനെയാണ്, നമ്മളങ്ങനെ വിശ്വസിക്കണല്ലോ. ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ്. ഷർറും അള്ളയാണ് ഉണ്ടാക്കുന്നത്, തെറ്റ് ചെയ്യാനും അള്ളയാണ് തോന്നിപ്പിക്കുന്നത്, അതിന് ആരോഗ്യം തരുന്നത്. എന്നിട്ട് അള്ളാഹു നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് അള്ളാഹ് നമ്മളെ തന്നെ നരകത്തിൽ കൊണ്ടുവിടുക. അതങ്ങനെ നമ്മളും ചിന്തിച്ചാൽ നമ്മളും അടങ്ങറാവും, അല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ അടങ്ങറാവും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ കാടുകാരി ചിന്തിക്കരുത്. സൃഷ്ടാവിന്റെ ഖാലിഖിന്റെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കഴിവും പടച്ചറബിന്റെ തീരുമാനങ്ങളും നമ്മുടെ ചെറിയ ബുദ്ധിക്ക് എത്രയോ അപ്പുറമാണ്. നമ്മുടെ ചെറിയ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതല്ല, നമ്മുടെ ചെറിയ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ പഴപ്പിക്കാൻ ഉപയോഗിച്ച വഴിയാണ്. ഇമാം ഷാഫിഈ തങ്ങളോട് പറഞ്ഞു 70,000-ലധികം ആളുകളെ ഈ ഒറ്റ ചോദ്യം കൊണ്ട്, ഈ ഒരു വിദ്യ കൊണ്ടാണ് ഞാൻ പഴപ്പിച്ചത്, അവരെ ഈമാൻ നഷ്ടപ്പെടുത്തിയത്. ആ 70,000 ആളുകൾ സാധാരണക്കാരായിരുന്നില്ല, വലിയ വലിയ ആബിദീങ്ങളായിരുന്നു, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളായിരുന്നു. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിന് കേടുബാധിക്കുന്ന ചെറിയ ചെറിയ സംശയങ്ങൾ, ചോദ്യങ്ങൾ, അത് ഇട്ടുതരുന്ന ആളുകളിൽ നിന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലേ? ഇത് വലിയ അപകടമാണ്, വലിയ ആപത്താണ്, വലിയ അപകടമാണ്, വലിയ ആപത്താണ്. ഞാനത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയല്ല. ജീവിതത്തിൽ എത്രയോ റമദാനുകൾ കഴിഞ്ഞുപോയി, ആ റമദാനിലൊക്കെ തറാവിയും കഴിഞ്ഞുപോയി. ഈ കൊല്ലം റമദാൻ വന്നപ്പോ, ഈ കൊല്ലം തറാവി വന്നപ്പോഴും ചില ആളുകൾ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കാണ്. ഇത് 20 8 20 ഇതിങ്ങനെ ബേജാറായി ഫിക്കറായി നടക്കാണ്. എന്തിനാ ഈ ബേജാറ്, എന്തിനാണ് ഈ ഫിക്കർ, ഇതെന്നാ അവസാനിക്കുക? ഇങ്ങനെ ഏതേത് കാര്യങ്ങളിലും ഇങ്ങനെയുള്ള ചിന്ത, അത് അങ്ങനെ ചെയ്ത് അങ്ങനെയാവോ, അങ്ങനെയായാ അങ്ങനെയാവോ, സലാത്ത് ചൊല്ലിയ അടങ്ങറാവോ, മൗലിദ് ഓതി അടങ്ങറാവോ, ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുക. സുബ്ഹാനല്ലാഹ്. മനസ്സിലേക്ക് ഏതേത് കാര്യങ്ങളിലും സംശയങ്ങൾ അങ്ങനെ ഇട്ടുകൊടുക്കുക. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ഈമാൻ തകരാറിലായിപ്പോയാൽ, ഈമാനിനെ തകരാറിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് ഇബ്ലീസ് നൽകുന്ന ഇങ്ങനെയുള്ള ചിന്തകൾ. അതാണ് മുഅ്തസിലത്തും ഖദരിയത്തും അതേപോലെ കഴിഞ്ഞുപോയ പല ബിദ്അത്തുകൾ. അവരൊക്കെ ചിന്തിച്ചത് അങ്ങനെ തന്നെയാണ്, അവരൊക്കെ ചിന്തിച്ചത് ആ നിലക്കാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാര് പഠിപ്പിച്ചു, വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം, വളരെ ഭയപ്പെടണം. അവസാന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചിന്താധാരകൾ കടന്നു വന്നാൽ ബഹുമാനപ്പെട്ട മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ അപകടമാണത് ഇത്തബിഉൽ ഹവാ. നിങ്ങൾ യുക്തിവാദത്തെ, ദേഹേച്ഛയെ, സ്വന്തം മനസ്സുകൊണ്ടുള്ള അങ്ങനെയുള്ള ചിന്തകളെ നിങ്ങൾ അതിനെ അങ്ങനെ പിൻപറ്റിക്കഴിഞ്ഞാൽ, മാ തഹ്വാഉ അൻഫുസുക്കും മിനൽ അഖായിദിൽ ഫാസിദത്തി വൽ ആറായിൽ ബാത്തില. ഏതാണ് ഹവ എന്ന് മഹാന്മാർ വിശദീകരിച്ചു. ഏതാണ് ഹവ? ഹവ എന്ന് പറഞ്ഞാൽ ഫസാദായ വിശ്വാസങ്ങൾ, അതേപോലെ ബാത്തിലായ അഭിപ്രായങ്ങൾ. ഇങ്ങനെയുള്ള ബാത്തിലായ അഭിപ്രായങ്ങൾ, ഫസാദാകുന്ന വിശ്വാസങ്ങൾ, അതിന്റെ പേരിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ, ലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ, ഈ ഉമ്മത്തിന്റെ അവസാന കാലക്കാരെ ആദ്യകാലക്കാരെ ആക്ഷേപിക്കും, ശപിക്കും. ഉമ്മത്തിന്റെ അവസാന കാലക്കാർ ആദ്യകാലക്കാരെ ആക്ഷേപിക്കും. സഹാബത്ത്, താബീങ്ങൾ, മഹാന്മാർ, സലഫ് സ്വാലിഹീങ്ങൾ അവരെ ആക്ഷേപിക്കും. അങ്ങനെയുള്ള ആളുകൾ കടന്നു വരും.
സയുസീബു ഉമ്മത്തി ആഖിരി സമാനി ബലാഉൻ ശദീദ്. അള്ളാന്റെ ദീനിനെ, പടച്ച റബ്ബിന്റെ ദീനിനെ നന്നായി അറിഞ്ഞ ആളുകൾക്ക് അതിന് രക്ഷപ്പെടാൻ കഴിയൂ, അല്ലാത്ത ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയൂല എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അങ്ങനെയുള്ള വഴികൾ, അങ്ങനെയുള്ള ചിന്തകൾ, അങ്ങനെയുള്ള ബിദ്അത്തിന്റെ വഴികൾ. ബിദ്അഈ ചിന്തകളുടെ വഴികൾ ഇബ്ലീസിന് വലിയ ഇഷ്ടമാണ്. എന്തിനേക്കാൾ? മിനൽ മഅസിയ, പാപങ്ങളെക്കാൾ. കാരണം പാപം എന്ന് പറഞ്ഞാൽ അൽ മഅസിയത്തു യുസാബു മിന്ന, പാപികൾ അവര് തൗബ ചെയ്ത് മടങ്ങാറുണ്ട്. പക്ഷേ വൽ ബിദ്അത്തു ലാ യുസാബു മിന്ന, ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ അവർ തൗബ ചെയ്ത് മടങ്ങാറില്ല. അവരെ വിചാരം അവർ ചെയ്യുന്നത് തന്നെ ഏറ്റവും വലിയ നല്ലത് എന്നാണ്. തെറ്റ് ചെയ്യുക, മഅസിയത്ത് ചെയ്യുക, പാപം ചെയ്യുക. കാരണം പാപികൾക്കറിയാം ഏത് പാപാണ്. കള്ളു കുടിക്കണമെന്ന് അറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, വ്യഭിചരിക്കണമെന്ന് അറിയാം, തെറ്റുകാർക്കറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അവനറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യണത്. പിന്നെ നല്ല മനസ്സ് വരുമ്പോ അവൻ തൗബ ചെയ്യും, ഞാൻ ചെയ്തൊക്കെ തെറ്റാണല്ലോ റബ്ബേ. അപ്പൊ പാപത്തെന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ ബിദ്അത്തെന്ന് രക്ഷപ്പെടൂല. കാരണം എന്താ? ബിദ്അത്തുകാരന് വിശ്വസിക്കുന്നത് ഓൻ ചെയ്യണത് തന്നെ നല്ലത്, ഓൻ ചെയ്യുന്നത് തെറ്റാണ്, അവന്റെ വിശ്വാസം അവന്റെ കർമ്മോ തെറ്റാണെന്ന് അവൻ വിശ്വസിക്കണില്ലല്ലോ. അവൻ വിശ്വസിക്കുന്നതേ ശരിയുള്ളൂ, അവൻ ചെയ്യുന്നതേ ശരിയുള്ളൂ എന്നാണ് അവന്റെ വിശ്വാസം. സുബ്ഹാനല്ലാഹ്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. വളരെ ഗൗരവമുള്ള കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബിദ്അത്ത് ബാധിച്ച ആളുകളെ നിങ്ങൾ ഇഷ്ടപ്പെടുക പോലും ചെയ്യരുത്. മൻ അഹബ്ബ സാഹിബ ബിദ്അത്തിൻ അഹബ്ബത്തുല്ലാഹു അമലഹു വഅഖറജ നൂറൽ ഇസ്ലാമി മിൻ ഖൽബി. ബിദ്അത്തിനെ ഒരാൾ ഇഷ്ടപ്പെട്ടു പോയാൽ അവന്റെ അമലുകളെ അല്ലാഹു പൊളിച്ചു കളയും. മാത്രമല്ല അവന്റെ ഖൽബിൽ നിന്ന്, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഇസ്ലാമിന്റെ നൂറിനെ പടച്ചറബ് ഊരിക്കളയുകയും ചെയ്യും. ഇസ്ലാമിന്റെ നൂറിനെ ഊരിക്കളയുകയും ചെയ്യും. വളരെ ഗൗരവമാണ്, വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. മൻ അസ്റാ ഇലാ സാഹിബ് ബിദ്അത്തിൻ, ബിദ്അത്ത് പറയുന്ന ഒരാളിലേക്ക് ഒരാൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. എന്നാലും ഓൻ പറയണതിലൊക്കെ കുറെയൊക്കെ ശരിയൊക്കെ ഉണ്ട്, ഓൻ ബിദ്അത്തുകാരനാണ് എന്നറിയാം, എന്നിട്ടും ഓൻ പറയണത് അങ്ങനെ കേട്ട് ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല എന്ന് പറയാം, ഫഖദ് ഖറജ മിൻ ഇസ്മത്തില്ലാഹ്, അള്ളാന്റെ ഇസ്മത്തിൽ നിന്ന് അവൻ പുറത്തായി, അള്ളാന്റെ ഇസ്മത്തിൽ നിന്ന് അവൻ പുറത്തായി. അവന് വഴികേടിലാവാൻ വളരെ എളുപ്പമാണ്, അവന് വഴികേടിലാവാൻ വളരെ എളുപ്പമാണ്. ഇത് ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായമാണ്. വലിയ വലിയ മഹാന്മാരുടെ അഭിപ്രായമാണ്. നമ്മൾ ആരെയും ഇകഴ്ത്താനോ അല്ലെങ്കിൽ തരം താഴ്ത്തി സംസാരിക്കാനോ പറയല്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ അമലുകൾ നശിച്ചു പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിൽ കേട് ബാധിച്ചു പോയാൽ, വിശ്വാസത്തിന് തകരാറ് പറ്റിപ്പോയാൽ, നമുക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം അതിനെന്തെങ്കിലും കേട് പറ്റിപ്പോയാൽ, മഹാന്മാരിലുള്ള വിശ്വാസം അതിന് കേട് പറ്റിപ്പോയാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ വെറും അള്ളാഹിനെ വിശ്വസിക്കലല്ലോ, അള്ളാഹിനെ വിശ്വസിക്കലല്ല, അമ്പിയാക്കളെ കൊണ്ട് വിശ്വസിക്കണം, അമ്പിയാക്കളെ കൊണ്ട് വിശ്വസിക്കണം. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ഖുർആനിൽ പറയപ്പെട്ട നബിയാണ്. ആ സുലൈമാൻ നബിയെക്കുറിച്ച് വളരെ മോശമായി ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു, വളരെ മോശമായിട്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു നല്ല ആരോഗ്യവും കരുത്തും കൊടുത്തിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു പ്രതിജ്ഞ ചെയ്ത സംഭവമൊക്കെ പറയാറുണ്ട്. ഞാന് 100 ഭാര്യമാരുടെ അടുത്തേക്ക് ഇന്നത്തെ രാത്രി പോകും, 100 ഭാര്യമാരുടെ അടുത്തേക്ക് ചെല്ലും, 100 ഭാര്യമാരുമായി ബന്ധപ്പെടും എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞാൽ അതിനെന്തിനപ്പോ ഇയാൾക്ക് വേജാറ്? അല്ല, മൂപ്പർ ചിന്തിക്കാണ്, ഒരു ദിവസം ഒരു ഭാര്യയുടെ അടുത്തേക്ക് പോയാൽ തന്നെ മനുഷ്യന്റെ പണിയായി. അല്ല, മൂപ്പർ അങ്ങനെ ചിന്തിക്കണം, മൂപ്പർക്ക് വലിയ ആരോഗ്യമൊന്നും ഉണ്ടാവില്ല. മൂപ്പർ അങ്ങനെ ചിന്തിക്കാണ്, ഒരു ഭാര്യയുടെ അടുത്ത് ഒരു വട്ടം പോയാൽ തന്നെ നമ്മളെ കൊണ്ട് പിന്നെ ഒന്നിനും വെച്ച അല്ല, പോകാന്ന് മാത്രമല്ല ആ 100 ഭാര്യമാരുമായും ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞു. എന്താ ഈ പറയുന്നത്? അപ്പൊ ഇവരൊക്കെ എന്ത്
പിന്നെ ലൈംഗിക രോഗികളാണ് എന്ന രൂപത്തിലൊക്കെ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഒരു നബിയെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചാൽ, അങ്ങനെ ചിന്തിച്ചാൽ, അത് പറയും ചെയ്താൽ, പിന്നെ ഇവ അള്ളാഹുടെ ആളായ അള്ളാഹിന്റെ മുമ്പിൽ തറാവീഹ് ഈ 8 അല്ല 800 തലകുത്തി മറിഞ്ഞിട്ടെന്താ കാര്യം? ഇവൻ നോമ്പ് 30 അല്ല എല്ലാ ദിവസവും നോമ്പ് തീർക്കേണ്ട കാര്യം? ഒരു നബിയെക്കുറിച്ചുള്ള വിശ്വാസം, ഒരു നബിയെക്കുറിച്ചുള്ള മാന്യത, അത് അവന്റെ വിശ്വാസത്തിലും അവൻ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നവരിലോ അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഇതാണ് അപകടം. ഇത് വലിയ ആപത്താണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വിശ്വാസം, ഈമാൻ തകരാറിലായി പോയാൽ നമ്മുടെ നന്മകൾ, നമ്മുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകും. അതുകൊണ്ടാണ് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ബിദ്അത്ത് ബാധിച്ചവന്റെ അമലുകൾ അല്ലാഹു കബൂലാക്കൂല, സ്വീകരിക്കൂല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം, അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം, നമ്മൾ സംരക്ഷിക്കണം. ഇസ്ലാമിൽ ഒരു യുക്തിവാദമല്ല. ഏത് കാര്യത്തിലും യുക്തിപരമായി ചിന്തിച്ചതൊക്കെ അവസാനമൊക്കെ പൊളിഞ്ഞു പോയി, ഒന്നും ഉണ്ടാവില്ല. ഒരാൾ നാളെ ഒരു യുക്തിപരമായി ചോദിച്ചു, ജമാഅത്തായി നിസ്കരിക്കുമ്പോ ബാങ്കും ഇഖാമത്തും വിളിക്കണമെന്ന് മനസ്സിലായി. കാരണം എന്താ? ഹയ്യാലസ്സലാ, നിസ്കരിക്കാൻ വരുവിൻ. ഇഖാമത്തിൽ അങ്ങനെ തന്നെ ഹയ്യാലസ്സലാ ഹയ്യാലൽ ഫലാ, നിസ്കരിക്കാൻ വരുന്നതാണ്. അതിനാണല്ലോ ബാങ്കും ഇഖാമത്തും. ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കാൻ ആരുമില്ല, ആരും വരാനുമില്ല. ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കാൻ ആരും വരാനില്ല. അപ്പോഴും ബാങ്കും ഇഖാമത്തും കൊടുക്കണം, സുന്നത്താണല്ലോ. ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും ബാങ്കും ഇഖാമത്തും വിളിച്ചുള്ളതിന് ഒരുപാട് ഇരട്ടിക്കൂലിയുണ്ട്, ഒരുപാട് ഇരട്ടി പ്രതിഫലമുണ്ട്. അത് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇവന്റെ യുക്തിചിന്ത അങ്ങനെ കടന്നുപോയി. കാരണം നിസ്കരിക്കാൻ വരെ ആരെപ്പോ വിളിക്കണത്? പള്ളിക്കെന്ന് വാങ്ങി വിളിക്കണ അർത്ഥമുണ്ട്. കാരണം എന്താ? ളുഹറിന്റെ സമയമായി അസറിന്റെ സമയം ആൾക്കാരൊക്കെ മനസ്സിലാക്കാനും പള്ളികൾക്ക് വരാനും വാങ്ങി കൊടുത്ത് 15 മിനിറ്റ് കഴിഞ്ഞ് ജമാഅത്ത് ഉണ്ടാവും. ഇഖാമത്ത് വിളിച്ച അപ്പോഴും മനസ്സിലായിട്ടാ സഫ് കെട്ടി ഇമാമ മുമ്പിൽ ഒന്ന് നിസ്കരിക്കാൻ പോവുകയാണ്. ഇതിന് അറിയിപ്പാണ്. അപ്പൊ ഇവന്റെ ചോദ്യം, എന്തിനാ ഒറ്റക്കൊരാൾ നിസ്കരിക്കുമ്പോ വാങ്ങും ഇഖാമത്തും വിളിക്കണെന്ന്? അപ്പൊ കേട്ടോന്ന് ചിന്തിക്കുക, അങ്ങനെ ശരിയാണല്ലോ, എന്തിനാപ്പോ അയ്യാല സ്വലാ നിസ്കരിക്കാൻ വരുവിൻ, ഒരു പൊട്ടത്തരാണല്ലോ. ആരും കേൾക്കാതെ ഒറ്റക്ക് ഇങ്ങനെ അയ്യാല സ്വലാ അയ്യാല സ്വലാ, ആരോടാ പോയി പറയുന്നത്? അപ്പൊ ഇവിടെ പറ്റിയ അബദ്ധം എന്താ? ബാങ്ക് എന്ന് പറഞ്ഞാൽ ആളുകളെ നിസ്കരിക്കാൻ വിളിച്ചു കൂട്ടാനുള്ള ഒരു വിളിയാളമാണ് എന്ന് മനസ്സിലാക്കിപ്പോയി. അവിടെയാണ് അബദ്ധം, അവിടെയാണ് തെറ്റ്. ബിദ്അത്തുകാർക്ക് എപ്പോഴും പറ്റുന്ന അമലുകൾ അവിടെയാണ്. ഏത് കാര്യത്തിലും പറ്റുന്ന അബദ്ധങ്ങൾ അവിടെയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ റൂട്ടിൽ ഒറ്റ പിന്നെ ഒരു ഇരുമ്പളക്ക പോലെ ഒരൊറ്റ ചിന്ത, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളയില്ല, അവിടെ തന്നെ ഉറച്ച ചിന്ത, മാറൂല. ഖുത്ബ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്ന അർത്ഥം വെച്ചു കുടുങ്ങിയതാണ്. ഖുത്ബ പറഞ്ഞാൽ പ്രസംഗം, അപ്പൊ മനസ്സിലാവണം, അങ്ങനെ ചിന്തിച്ചു. അതിന്റെ ബാക്കിയൊന്നും മനസ്സിലാക്കിയില്ല, ആലോചിച്ചില്ല. ഇതാണ് വിഷയം. ഏതേത് കാര്യത്തിലും ബാങ്ക് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വിളിച്ചു വരുത്താനുള്ള ഒരു പണിയാണ്. അങ്ങനെയല്ല, ബാങ്ക് എന്നൊരു ഇബാദത്താണ്. ബാങ്ക് ഇഖാമത്ത് എന്നതൊരു ഇബാദത്താണ്, അതൊരു സൽക്കർമ്മമാണ്. ബാങ്കും ഇഖാമത്തും ഇബാദത്താണ്, സൽക്കർമ്മമാണ്. അത് പിശാചിനെ ആട്ടി ഓടിക്കാനുള്ള ഏറ്റവും ശക്തമായ മരുന്നാണ്. അതുകൊണ്ടാണല്ലോ ഒരു കുഞ്ഞ് ജനിച്ചാൽ ബാങ്കും ഇഖാമത്തും വലത്തെ ചെവിയിലും ഇടത്തെ ചെവിയിലും പറഞ്ഞത്. യാത്രക്കാരന്റെ പിന്നിൽ ബാങ്കും ഇഖാമത്തും വിളിക്കലുണ്ട്, അല്ലേ? യാത്രക്കാരൻ ഇറങ്ങുമ്പോ യാത്രക്കാരന്റെ പിന്നിൽ ബാങ്ക് കൊടുക്കലുണ്ട്. എന്തിനാ? നിസ്കരിക്കാനല്ല, അത് നിസ്കരിക്കാനുള്ള ബാങ്കല്ല. അതാ യാത്രയിലെ ബറക്കത്തിനും യാത്രയുടെ സംരക്ഷണത്തിനും യാത്രയിൽ പൈശാചികമായ ഉപദ്രവങ്ങളുടെ കാവലൊക്കെ ആയിട്ടാണ് അവിടെ ബാങ്ക് വിളിക്കുന്നത്. അപ്പോൾ ബാങ്ക് ഏതേത് കാര്യത്തിലും അങ്ങനെ യുക്തിപരമായി ചിന്തിച്ചു പോയാൽ, യുക്തിവാദങ്ങൾക്ക്, യുക്തിപരമായ ചിന്തകൾക്ക് ദീനിൽ യാതൊരു അടിത്തറയുമില്ല, ഒരടിത്തറയും ദീനിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകൾ ചിന്തിക്കുമ്പോഴും ചിന്തിപ്പിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകുമോ എന്ന് പേടിക്കണം. നമ്മുടെ അമലുകൾ, നമ്മളൊന്നും ബേജാറാവല്ല. കാരണം നമുക്ക് നമ്മുടെ വലിയ വലിയ മഹാന്മാരായ മുൻഗാമികളായ ആളുകൾ പഠിപ്പിച്ചു എന്നാണ്. അതിൽ ഉറച്ചു നിന്ന് നമ്മൾ അമൽ ചെയ്യുന്നു. നമ്മൾ തറാവിയെ 20 റക്അത്ത് നിസ്കരിക്കുന്നു. അത് നമ്മൾ കിതാബ് ഓരോരുത്തരും ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമല്ല. നമ്മുടെ മുൻഗാമികളൊക്കെ അങ്ങനെ ചെയ്തു വന്നത്, അങ്ങനെ നമ്മളും അങ്ങനെ ചെയ്യുന്നു. അത് നമ്മൾ പിന്നെ പേടിക്കേണ്ടതും ബേജാറാവേണ്ടതുമില്ല. നമ്മൾ നിസ്കരിച്ചാൽ മതി, അല്ലാഹു അതിനുള്ള കൂലി തരും.
പിന്നെ അതിലുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും അതൊക്കെ വലിയ വലിയ മഹാന്മാർ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ മുമ്പേ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ സമയം കളഞ്ഞ് നമ്മുടെ അമലും നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും നഷ്ടപ്പെടുത്തരുത്. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാനും ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ പതിവുള്ള ദിക്റുകൾ, നമ്മുടെ അമലുകൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കുകയാണ്.